അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സിവിക്സുമായി ബന്ധപ്പെട്ട ഇതുവരെ PSC ചോദിച്ച പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ലഭിക്കും എത്തരത്തിലുള്ള ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ കണ്ടീഷൻ ഓഫ് സർവീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ സർവീസ് ആർ ഡിറ്റർമൈൻഡ് ബൈ. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ സിലബസിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് മെമ്പേഴ്സിൻ്റെ കണ്ടീഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ഓൾ ഇന്ത്യ സർവീസ് ആണ് നമുക്കുള്ളത്? നമുക്ക് 3 ഓൾ ഇന്ത്യ സർവീസ് ആണുള്ളത്. ഈ 3 ഓൾ ഇന്ത്യ സർവീസ് ഏതൊക്കെയാണ്? IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ്, അതുപോലെ IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് അല്ല, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇങ്ങനെ 3 ഓൾ ഇന്ത്യ സർവീസ് ആണ് നമുക്കുള്ളത്. അപ്പം ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്താണ്? ഇന്ത്യൻ ഫോറിൻ സർവീസ് ഒരു സെൻട്രൽ സർവീസാണ്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥരുടെ കണ്ടീഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ് എന്നാണ്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓപ്ഷൻ എ നമുക്കൊന്ന് നോക്കാം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പ്രസിഡന്റ്, ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. നമ്മളുടെ സ്റ്റേറ്റിൻ്റെ ഹെഡായിട്ടുള്ള വ്യക്തി, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. പക്ഷേ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് എന്ന് പറയുന്നതോ? ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. കാരണം നമ്മളുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു സെറിമോണിയൽ അല്ലെങ്കിൽ സിംബോളിക് ഹെഡായിട്ട് പ്രസിഡന്റുമുണ്ട്, ആക്ച്വൽ ഹെഡായിട്ട് പ്രൈം മിനിസ്റ്ററുമുണ്ട്. ആ പ്രസിഡന്റ് ആണ് ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ അപ്പോയിന്റ്മെന്റ് നിർവഹിക്കുന്നത് പ്രസിഡന്റ് ആണ്. അതുകൊണ്ട് കണ്ടീഷൻസ് തീരുമാനിക്കുന്ന പ്രസിഡന്റ് ആണോ? അല്ല. രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. നമ്മുടെ ഭരണഘടനയിൽ ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്നാണ്. അതവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC. അപ്പോൾ സെൻട്രൽ സർവീസിലേക്ക് പരീക്ഷ നടത്തുന്ന അതോറിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അങ്ങനെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ നടത്തി ട്രെയിനിങ് കണ്ടക്ട് ചെയ്താണ് ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥരെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണോ അവരുടെ കണ്ടീഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അല്ല. അവരുടെ കണ്ടീഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? പാർലമെന്റ് ഓഫ് ഇന്ത്യ. മനസ്സിലാക്കിയിരിക്കുക, ഇതിന്റെ ഉത്തരം എന്താണ്? പാർലമെന്റ് ഓഫ് ഇന്ത്യ. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എന്തായേനെ? ഈ ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പാർലമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യൻ പാർലമെന്റ് ആണ് തീരുമാനിക്കുന്നത് ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥരുടെ കണ്ടീഷൻസ്. അപ്പൊ മറക്കണ്ട, ഇന്ത്യൻ പാർലമെന്റ് ആണ് തീരുമാനിക്കുന്നത് ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥരുടെ കണ്ടീഷൻ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. അപ്പോൾ നമ്മൾ പഠിച്ച ഫാക്ട്സ് ഒന്ന് ജസ്റ്റ് റീകോൾ ചെയ്യാം. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത് 3 സർവീസുകളാണ്. IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ്, IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഈ 3 സർവീസിലേക്കും തെരഞ്ഞെടുപ്പ് പരീക്ഷ നടത്തുന്നത് ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്, UPSC. മെറിറ്റ് ഗാർഡിയൻ അല്ലേ, നമ്മുടെ മെറിറ്റ് സിസ്റ്റത്തിന്റെ ഗാർഡിയൻ ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? ഭരണഘടനയിൽ വ്യക്തമായുള്ള ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബോഡിക്കാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു ബോഡിയാണ് UPSC. അതുപോലത്തെ ഒരു ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. അതുപോലത്തെ ഒരു ബോഡിയാണ് സ്റ്റേറ്റ് PSC. ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് ഉദാഹരണമാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം പാർലമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യൻ പാർലമെന്റ് ആണ് അവരുടെ കണ്ടീഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ടു സിവിൽ സർവൻസ് ആർ എൻഷോർഡ് ബൈ.
ഞാൻ ഓൾറെഡി പറഞ്ഞു സിവിൽ സർവീസ്, ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിവിൽ സർവീസുകാർ അല്ലെങ്കിൽ സിവിൽ സർവൻസ് എന്ന് പറയുന്നത് സിവിൽ സൊസൈറ്റിയെ സർവ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരാണ്. അത്തരത്തിലുള്ള ഇവരുടെ ജോലി നിർവഹണത്തിന്റെ സമയത്ത് പൊളിറ്റിക്കൽ പ്രഷേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, അതിനൊക്കെ എതിരായിട്ടൊക്കെ പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ ഇവർക്ക് ഭരണഘടന നിഷ്കർഷിക്കുന്ന ചില സേഫ് ഗാർഡ്സ് ഉണ്ട്, ചില സുരക്ഷിതമായ കാര്യങ്ങൾ. ഭരണഘടന പ്രകാരം ഇവര് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഭരണഘടന ചില അധികാരങ്ങളും ചില സംരക്ഷണങ്ങളും ഇവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ ഇവർക്ക് സംരക്ഷണം, ഭരണഘടനാപരമായുള്ള സേഫ് ഗാർഡ് ഏത് ആർട്ടിക്കിളിലൂടെയാണ് ലഭ്യമാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 310, ആർട്ടിക്കിൾ 311, ആർട്ടിക്കിൾ 312, ആർട്ടിക്കിൾ 315. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ ചില ആളുകളുണ്ട്, ഇപ്പൊ സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ആർട്ടിക്കിൾസ് ഒക്കെ ഇരുന്ന് കാണാപ്പാഠം അങ്ങ് പഠിക്കും. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യവുമല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഏത് പരീക്ഷയ്ക്ക് സമീപിക്കുമ്പോഴും ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, ഏത് ഏരിയയിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക, ആ ഏരിയയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ചോദ്യം വന്നിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലും സിവിക്സിലും ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നു. അപ്പോൾ പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 12 to 35 ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 12 എന്താണ്, ആർട്ടിക്കിൾ 19 എന്താണ്, ആർട്ടിക്കിൾ 35 എന്താണ്, ആർട്ടിക്കിൾ 32 എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായ ഒരു ബുക്കിൽ എഴുതിയിട്ട് പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആർട്ടിക്കിൾ 32 പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 32. ഇപ്പോൾ ആർട്ടിക്കിൾ 32 പ്രകാരം നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയിലേക്ക് സമീപിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ കോടതിയിലേക്ക് സമീപിക്കുമ്പോൾ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും. ആ ഉത്തരവ് അല്ലെങ്കിൽ ആ ഓർഡറിന് പറയുന്ന പേരെന്താണ്? കമന്റ് ചെയ്യുക. എന്താണ് ആ ഉത്തരവിന് പറയുന്ന പേര്? എത്ര തരത്തിലുള്ള ഉത്തരവുകളാണ് കോടതി ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേഷന് വേണ്ടി, അല്ലെങ്കിൽ അത് വീണ്ടും ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കപ്പെടുവാൻ വേണ്ടി എത്ര തരത്തിലുള്ള ഉത്തരവുകളാണ് കോടതി ഇറക്കുന്നത്? അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു തരാം. കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ്, ഇതിൻ്റെ അകത്ത് ഉത്തരം വരുന്നത് ആർട്ടിക്കിൾ 311, ആർട്ടിക്കിൾ 311A. അതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ. കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് സിവിൽ സർവൻസിന് കൊടുക്കുന്നത് ആർട്ടിക്കിൾ 311 ആണ്. അപ്പോൾ ബാക്കിയുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് കൃത്യമായി നോക്കി വെച്ച് ഒരു ബുക്കിൽ എഴുതി വെച്ച് കൃത്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, അണ്ടർ RTI Act 2005 the information is provided to the applicant free of cost. RTI Act 2005 നിലവിൽ വന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് സിലബസിലുള്ള കീവേഡാണ്. ആ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം നിങ്ങൾ സിലബസ് കൃത്യമായി പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. സിലബസിൽ നിന്നാണ് ചോദ്യങ്ങൾ, സിലബസിൻ്റെ അകത്ത് നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ സിലബസിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടമാനം പഠിച്ചിട്ട് പോയിട്ട് ഞാൻ ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചു, എനിക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റിയില്ല, എനിക്കൊന്നും അറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ ബേസിക് അപ്രോച്ച്, അത് ഏത് സബ്ജക്റ്റിനും ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ജിയോഗ്രഫി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, പോളിറ്റി ആയിക്കോട്ടെ, സിവിക്സ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റിലും നിങ്ങൾ ആദ്യം സിലബസ് നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് അതിനുശേഷം മാത്രം പഠിച്ചു തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ ബീറ്റിംഗ് അറൗണ്ട് ബുഷ് എന്ന് പറയുന്നത് പോലെ റാൻഡമായിട്ട് എന്തോ ഒക്കെ പഠിക്കും, അവസാനം പരീക്ഷയ്ക്ക് കൃത്യമായി പെർഫോം ചെയ്യാൻ കഴിയാതെ വരും. ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, അണ്ടർ RTI Act 2005 the information is provided to the applicant free of cost. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന ഏരിയ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ് 2005. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം
ഏത് സാഹചര്യത്തിലാണ് ഒരു വ്യക്തിക്ക് ആ ചോദിച്ച ഇൻഫർമേഷൻ ഫീസ് ഇല്ലാതെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയി മാറുന്നത്? അപ്പോൾ കൃത്യമായിട്ടുള്ള പ്രൊവിഷൻസ് റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഈ ചോദ്യം ആൻസർ ചെയ്യുവാൻ കഴിയും. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇഫ് ദ ആപ്ലിക്കന്റ് ഈസ് എ BPL പേഴ്സൺ. സെക്കൻഡ്, where a public authority fails to provide information within 30 days of application. Third, where a public authority fails to provide information within 45 days of application. Fourth, where a public authority provide incorrect information to the applicant. Option A കൊടുത്തിരിക്കുന്നത് only 1 and 2 ആണ്. Option B കൊടുത്തിരിക്കുന്നത് only 1 and 3 ആണ്. Option C കൊടുത്തിരിക്കുന്നത് only 4 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം, റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിന് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഫീസ് അടയ്ക്കേണ്ടാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആപ്ലിക്കൻ്റ് ഒരു BPL പേഴ്സൺ ആണെങ്കിൽ, ബിലോ പോവർട്ടി ലൈനിൽ പെടുന്ന പേഴ്സൺ ആണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ അവൈലബിൾ ആവണം. അപ്പോൾ 1 ശരിയാണ്. 2, വേർ പബ്ലിക് അതോറിറ്റി ഫെയിൽസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ വിത്തിൻ 30 days ഓഫ് ആപ്ലിക്കേഷൻ. ഒരു പബ്ലിക് അതോറിറ്റി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് 30 ദിവസത്തിനുള്ളിലാവണം. കാരണം 30 ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുത്ത എന്തിനെക്കുറിച്ചാണോ നമ്മൾ ഇൻഫർമേഷൻ ചോദിച്ചിരിക്കുന്നത് അത് നമുക്ക് അവൈലബിൾ ആയി മാറണം. 30 days ആണ് മാക്സിമം പീരീഡ്. ഒരു ജീവനുമായി, ഒരാളുടെ ലൈഫുമായി ബന്ധപ്പെടുന്ന കാര്യമാണെങ്കിൽ 48 hours ആണ്. ഓക്കെ. മൂന്നാമത് കൊടുത്തിരിക്കുന്നത് വേർ എ പബ്ലിക് അതോറിറ്റി ഫെയിൽസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ വിതിൻ 45 days ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 30 days ഓഫ് ആപ്ലിക്കേഷൻ എന്നുള്ളതും ഇഫ് ദ ആപ്ലിക്കൻ്റ് ഈസ് എ BPL പേഴ്സൺ എന്നുള്ളതുമാണ് ഫ്രീ ഓഫ് കോസ്റ്റ് അവൈലബിൾ ആവുന്നത്. 45 days ഒക്കെ നിങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി വെറുതെ കൊടുത്തിരിക്കുന്നതാണ്. കാരണം അത് 30 days ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ പർപ്പസ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ A ആണ്, only 1 and 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. According to Consumer Protection Act, which of the following is not a consumer right? താഴെ പറയുന്നവയിൽ കൺസ്യൂമർ റൈറ്റ് അല്ലാത്തത് ഏതാണ്? നമ്മൾ ഓൾറെഡി സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിക്കുവാനുണ്ട്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം താഴെ പറയുന്നവയിൽ കൺസ്യൂമർ റൈറ്റ് അല്ലാത്തത്, നമ്മളൊരു കൺസ്യൂമറാണ്, ഒരു സാധനം നമ്മൾ വാങ്ങി. അപ്പോൾ സാധനം വാങ്ങിയപ്പോൾ അത് കൃത്യമായിട്ടുള്ള സാധനമാണോ അല്ലയോ, അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെട്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലാണ്. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് റൈറ്റ് ചോയ്സ്, തിരഞ്ഞെടുക്കുവാൻ, റൈറ്റ് ചൂസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സാധനം വേണം, പക്ഷെ കടക്കാരൻ നിർബന്ധിക്കുകയാണ് ഇന്ന സാധനം മാത്രമേ വാങ്ങാവുള്ളൂ, നിങ്ങൾക്ക് അത് തിരഞ്ഞെടുപ്പൊന്നുമില്ല, നോ ചോയ്സ്, ഇത് മാത്രമേ വാങ്ങിയാൽ മതി, വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് കടക്കാരൻ നിൽക്കുന്നതെങ്കിൽ, അങ്ങനെ കടക്കാരൻ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാം. കാരണം നിങ്ങൾക്ക് റൈറ്റ് ചോയ്സ് ഉണ്ട്, തിരഞ്ഞെടുക്കുവാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കടയിൽ നിന്ന് മേടിച്ചാൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ സാധനം മേടിച്ചാൽ മതി. നിങ്ങൾക്ക് കൃത്യമായി നോക്കിയിട്ട് ഇൻഫർമേഷനൊക്കെ അവൈലബിൾ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി. അപ്പോൾ റൈറ്റ് ചോയ്സ് ഒരു കൺസ്യൂമർ റൈറ്റ് ആണ്, ഉറപ്പിച്ചോളൂ. റൈറ്റ് ചോയ്സ് ഒരു കൺസ്യൂമർ റൈറ്റ് ആണ്. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഒരു പർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഓപ്ഷൻ ഡി നോക്കാം. റൈറ്റ് ടു ബി ഹേർഡ് ഓർ റൈറ്റ് ടു റെപ്രസെൻറ്റേഷൻ. നിങ്ങൾ പറ്റിക്കപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സാധനം തന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യുവാനും നിങ്ങൾക്ക് കോടതിയെ സമീപിക്കുവാനുമുള്ള അവകാശമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇല്ലാത്തത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഒന്ന് നോക്കി, റൈറ്റ് ടു ബാർഗെയിൻ. നമ്മളെല്ലാം കടയിൽ ചെന്ന് കഴിഞ്ഞാൽ, വലിയ കട AC ക്കുള്ള കടയാണെങ്കിൽ നമ്മൾ ബാർഗെയിൻ ചെയ്ത് നിൽക്കില്ല. വഴിയോരത്ത് വിൽക്കുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ വിലപേശിയൊക്കെ മാക്സിമം ലാഭത്തിലൊക്കെ വാങ്ങാനുള്ള ശ്രമമൊക്കെ നടത്തും. പക്ഷേ അത്തരത്തിലുള്ളൊരു ശ്രമം അനുശാസിക്കുന്നില്ല, കൺസ്യൂമർ റൈറ്റിൻ്റെ അത് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പോയിട്ട് എല്ലായിടത്തും വിലപേശിയാനുള്ള സാധനം മേടിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് റൈറ്റ് ടു ബാർഗെയിൻ അല്ലെങ്കിൽ വിലപേശാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് അത് പോയി എഴുതരുത്, അത് തെറ്റാണ്. അപ്പോൾ റൈറ്റ് ടു ബാർഗെയിൻ ഈസ് നോട്ട് എ കൺസ്യൂമർ റൈറ്റ്. ഇതിൻ്റെ നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈസ് എ NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അത് എത്തരത്തിലുള്ള ഒരു ബോഡി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ പാർലമെന്റിന്റെ ഒരു ആക്ട്, ഈ ആക്ട് മൂലം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ബോഡിക്കാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. രണ്ടാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഭരണഘടനാ സ്ഥാപനം. ഇന്ത്യൻ ഭരണഘടനയിൽ പർട്ടിക്കുലറായിട്ട് ഒരു ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ട്. ആ ആർട്ടിക്കിളിലൂടെ ഫോം ചെയ്തിരിക്കുന്ന ബോഡിയാണെങ്കിൽ അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് കുറേ ഇൻഡിപെൻഡൻറ്റ് ബോഡീസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ബോഡീസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആൻഡ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അതിൻ്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ഫോം ചെയ്തിരിക്കുന്നതാണ്. എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ അകത്ത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ട്, ഒരു ആക്ട് മൂലം ഫോം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നുള്ളതാണ് ബി ഓപ്ഷൻ. സി ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നൈദർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി നോർ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇപ്പോൾ ഒരു പ്ലാനിംഗ് കമ്മീഷൻ പോലെ, നീതി ആയോഗ് പോലത്തെ ഒരു ബോഡി ആണെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമല്ല. അതൊരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ മൂലം ഫോം ചെയ്യുന്ന ബോഡിയാണ്. ഡി ഓപ്ഷൻ ഈസ് ആൻ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇതിൻ്റെ അകത്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കാരണം NHRC ഫോം ചെയ്തിരിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ഒരു ആക്ട് മൂലമാണ്. പാർലമെൻറ്റിൻ്റെ ഒരു ആക്ട് മൂലമാണ് NHRC ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റിൽ നമുക്ക് SHRCയും ഉണ്ട്, സ്റ്റേറ്റ്സ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് പാർലമെന്റിന്റെ ഒരു ആക്ട് മൂലം ഫോം ചെയ്ത ബോഡിയാണ്. അപ്പോൾ ഉത്തരം എന്താണ്? അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഐഡിയ ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഇംപ്ലൈസ്. അപ്പോൾ ഐഡിയ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ, അപ്പം ഐഡിയ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, that the same person should not form part of more than one organs of government. രണ്ട്, the one organ of government should not control or interfere with the exercise of its functions by another organ. Third, that one organ of government should not exercise the function of other. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിലെ ചോദിച്ചിരിക്കുന്ന ബേസിക് ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ ഗവൺമെൻറ് നമുക്ക് പഠിക്കുവാനുണ്ട്, അതുപോലെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇപ്പം ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹാവിങ് ദ അതോറിറ്റി ടു ഗവേൺ ചെയ്യാൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ 3 ഓർഗൻസ് ആണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ലെജിസ്ലേച്ചറിൻ്റെ ജോലി ലോ മേക്കിംഗ് ആണ്. എക്സിക്യൂട്ടീവിൻ്റെ ജോലി ലെജിസ്ലേച്ചർ മേക്ക് ചെയ്ത ലോയെ ഇംപ്ലിമെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുക, നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്. ജുഡീഷ്യറിയുടെ ജോലി ഭരണഘടനയെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 ഓർഗൻസും അവരവരുടെ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ഈ 3 ഓർഗൻസിൻ്റെയും പവർ സെപ്പറേറ്റഡ് ആണെങ്കിൽ, ആ ഐഡിയക്കാണ് നമ്മൾ സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ സെപ്പറേഷൻ ഓഫ് പവർ പ്യുവർ അല്ല, അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് പവർ പൂർണ്ണമല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ലോ മേക്കിംഗ് ചെയ്യുന്നത് പാർലമെന്റ് ആണ്. അതുപോലെ ജുഡീഷ്യറിക്കും ലോ മേക്ക് ചെയ്യുവാനുള്ള അധികാരമുണ്ട്. ജുഡീഷ്യറി ലോ മേക്ക് ചെയ്യുന്ന പ്രോസസ് ആണ് ജുഡീഷ്യറി ആക്റ്റീവ്ലി ഇൻവോൾവിങ്, ദാറ്റ് ഈസ് കോൾഡ് ജുഡീഷ്യൽ ആക്ടിവിസം. അതുപോലെ എക്സിക്യൂട്ടീവിന് ലോ മേക്ക് ചെയ്യുവാനുള്ള അധികാരമുണ്ട്. കാരണം എക്സിക്യൂട്ടീവ് ഓർഡിനൻസിലൂടെ ലോ മേക്കിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഈ സെപ്പറേഷൻ ഓഫ് പവർ എന്നുള്ളത് പൂർണ്ണമല്ല. പക്ഷേ ഫെഡറൽ കൺട്രീസിൽ, ഇപ്പോൾ USA പോലത്തെ ഫെഡറൽ കൺട്രീസിൽ സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ളൊരു ആശയമാണ്. കാരണം ലെജിസ്ലേച്ചറിലെ മെമ്പേഴ്സ് അവിടെ എക്സിക്യൂട്ടീവിലെ മെമ്പേഴ്സ് അല്ല. പക്ഷേ ഇന്ത്യയിലോ ഒരു MP മാത്രമേ മിനിസ്റ്റർ ആകുവാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം ലെജിസ്ലേച്ചറിലെയും മെമ്പറാണ്, എക്സിക്യൂട്ടീവിലെയും മെമ്പറാണ്.
അപ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഐഡിയ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ ഇംപ്ലൈസ് എന്നാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് ഒരു വ്യക്തിക്ക് തന്നെ ഒന്നിലധികം ഓർഗൻസ് ഓഫ് ഗവൺമെന്റിൽ മെമ്പർ ആകുവാൻ കഴിയില്ല. ശരിയാണ്, ഒരു വ്യക്തിക്ക് ഒന്നിലധികം ഓർഗൻസ് ഓഫ് ഗവൺമെന്റിൽ മെമ്പർ ആകുവാൻ കഴിയില്ല. എന്തിൽ? സെപ്പറേഷൻ ഓഫ് പവറിൽ. 2, വൺ ഓർഗൻ ഓഫ് ഗവൺമെന്റ്, ഒരു ഓർഗൻ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിന് എക്സിക്യൂട്ടീവിന്റെ ജോലിയിൽ ഇടപെടുവാൻ കഴിയില്ല. 3, വേറൊരു ഓർഗൻ ഓഫ് ഗവൺമെന്റ് ഫങ്ഷൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുവാൻ കഴിയില്ല. അപ്പൊ ഈ 3 കാര്യങ്ങളും ശരിയാണ്. ഉത്തരം ഓൾ ഓഫ് ദി എബോവ് ആണ്.